നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി, അത് ചിലപ്പോൾ നിങ്ങളുടെ ക്രഷായിരിക്കാം, എക്സ് ആയിരിക്കാം, ആരുമാകട്ടെ. മനസ്സിൽ അങ്ങനെയൊരാളെ ഉദ്ദേശിച്ച് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ ചെയ്യുമ്പോൾ ചില ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. പ്രത്യക്ഷത്തിൽ പലർക്കും അവ നെഗറ്റീവായി തോന്നുമെങ്കിലും രണ്ടും പോസിറ്റിവിറ്റിയുടെ ഒരു സൈൻ തന്നെയാണ് നമുക്ക് നൽകുന്നത്. അവ ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമത്തെ സൈൻ: നിങ്ങൾ നിങ്ങളുടെ പ്രണയത്തിനായാണ് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് ഉപയോഗിക്കുന്നതെങ്കിലും അത് ചെയ്യുന്ന നിങ്ങൾക്ക് അതിൻ്റേതായ യാതൊരു ഗുണവും ലഭിക്കുന്നില്ല. എന്നാൽ ചുറ്റുമുള്ള ആളുകളുടെ പ്രണയം സക്സസ് ആകുന്നതായും അവരുടെ റിലേഷൻഷിപ്പ് ഭംഗിയായി മുന്നോട്ട് പോകുന്നതുമായുമൊക്കെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുമുണ്ട്. ഇത് ഒരു സാധ്യത. ഇനി രണ്ടാമത്തെ സാധ്യത എന്തെന്നാൽ, നിങ്ങൾ ഉദ്ദേശിച്ച വ്യക്തിക്ക് പകരം മറ്റൊരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇഷ്ടമാണെന്ന് പറയും. ഒരുപക്ഷെ അവരുടെ സ്നേഹം കൂടുതലായി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടന്നാൽ മിക്കവരും എന്താണ് വിചാരിക്കുക? താൻ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനു നേരെ വിപരീതമായ കാര്യങ്ങളാണല്ലോ തനിക്ക് ലഭിക്കുന്നത് എന്നല്ലേ. അതുപോലെ തൻ്റെ ജീവിതത്തിൽ മാത്രം മാറ്റങ്ങളൊന്നും വരുന്നില്ലല്ലോ എന്ന നിരാശയിലുമാകും. പക്ഷേ സത്യത്തിൽ ഇപ്പോൾ പറഞ്ഞ ഈ രണ്ടു സാഹചര്യങ്ങളും നമുക്ക് നൽകിയ സൂചന എന്തായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു നിശ്ചിത വ്യക്തിയെ മനസ്സിലോർത്തുകൊണ്ട് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നു, അഫർമേഷൻസ് പറയുന്നു, അല്ലെങ്കിൽ സബ്ലിമിനൽസ് ഉപയോഗിക്കുന്നു. അങ്ങനെ പലതും ചെയ്യുന്നുണ്ടാകാം. ഇതൊക്കെ ചെയ്യുന്ന സമയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതുമായി സാമ്യമുള്ള ഒരു മാറ്റം ചുറ്റുമുള്ള ആളുകളിൽ കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല സൂചന തന്നെയല്ലേ നൽകുന്നത്? അതെ, തീർച്ചയായും പോസിറ്റീവായൊരു സൈൻ തന്നെയാണത്. അതിൽ നെഗറ്റിവിറ്റി കാണേണ്ട യാതൊരു കാര്യവുമില്ല. അതുപോലെ നിങ്ങൾ ഒരിക്കലും ഉദ്ദേശിക്കാതിരുന്ന മറ്റൊരു വ്യക്തിയാണ് ആ സമയം പ്രണയം പ്രകടിപ്പിച്ചത് എങ്കിൽ പോലും അവിടെയും നിങ്ങൾ ആകർഷിച്ചത് പ്രണയം തന്നെയല്ലേ? എന്താണ് അതിനർത്ഥം? മനസ്സ് നമ്മുടെ ലക്ഷ്യത്തിനായി പ്രവർത്തിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നതിന് തുല്യമായ കാര്യങ്ങൾ റിയാലിറ്റിയിൽ മറ്റുള്ളവരിലൂടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള സന്ദർഭങ്ങൾ മുന്നിലേക്ക് വരുമ്പോൾ നമ്മുടെ മൈൻഡ് എത്രത്തോളം പവർഫുൾ ആണ് എന്ന ആ ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാം എനിക്ക് അനുകൂലമായി തന്നെയാണ് സംഭവിക്കുന്നത് എന്ന ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള സമയമാണിത്. അതിനുള്ള ക്ഷമ കാണിക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായി തന്നെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കും. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഒരിക്കലും നിങ്ങൾ ഇതുപോലുള്ള അനാവശ്യ ചിന്തകളിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. താങ്ക് യു.